പ്രണയതീരം ഭാഗം 9. മറുഭാഗത്ത് വലിയൊരു കണ്ണാടിയും ഒരു ഷെൽഫും. തൻ്റെ പല നിറത്തിലുള്ള വളകൾ ഭംഗിയായി സ്റ്റാൻഡിൽ അടക്കി വെച്ചിരിക്കുന്നു. അതിനടുത്ത് കൊത്തുപണികളോട് കൂടിയ അലമാരകൾ. അവിടെ നിന്നും അല്പം നീങ്ങി 4 ചങ്ങലകളിലായി തൂങ്ങിയാടുന്ന ആട്ടുകട്ടിൽ. അതിനടുത്ത് 2-3 ഇരിപ്പിടങ്ങൾ ഇട്ടിരിക്കുന്നു. ഇത് മുത്തച്ഛൻ്റെ അമ്മ ഉപയോഗിച്ച മുറിയാ. അമ്മയ്ക്ക് നേരം വെളുപ്പിന് തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകണം നിർബന്ധമുണ്ടായിരുന്നേ. അത്രയും വെളുപ്പിന് കുളക്കടവിൽ പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നേ. അതുകൊണ്ട് അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി ഈ മുറിയിൽ നിന്നും താഴെ കുളക്കടവിലേക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുത്തത്. ഈ മുറിയിൽ നിന്നും ഇങ്ങനെ ഒരു വഴി കുളക്കടവിലേക്കുണ്ടെന്ന് വളരെ കുറച്ച് പേർക്ക് അറിയൂ. മുത്തശ്ശിക്ക് ശേഷം ഈ ചന്ദ്രോത്ത് തറവാട്ടിലുണ്ടായ ഒരേ ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ കുട്ടി. ഞങ്ങളുടെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ ജനിച്ച ഞങ്ങളുടെ കാർത്തിക മോള്. മുത്തശ്ശിയുടെ ഈ മുറി മോൾക്ക് തരണമെന്ന് മുത്തശ്ശൻ്റെ ആഗ്രഹമായിരുന്നു. ഈ മുറിയിൽ ഒരു മാറ്റവും വരുത്താൻ മുത്തശ്ശൻ തയ്യാറല്ലായിരുന്നു. മോളില്ലാത്തപ്പോൾ ഇവിടെ വന്നിരിക്കും. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നോട് പറയും, ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പിന്നെ അമ്മയുടെ മുഖമുള്ള നിന്റെയും സാന്നിധ്യം കിട്ടുമെന്ന്. മുത്തശ്ശി പറഞ്ഞു. ആളുകളുടെ മുന്നിൽ ചന്ദ്രോത്ത് മഹാദേവ മേനോൻ കണിശക്കാരനും മുൻകോപക്കാരനും എല്ലാമാണ്. പക്ഷേ അതെല്ലാം മോളുടെ മുന്നിൽ ഇല്ലാതാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ച് പറയാത്ത ഒരു രാത്രി പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. നിന്നെ അകന്ന് നിൽക്കുന്നത് മുത്തശ്ശന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പല ദിവസങ്ങളിലും മോളെ കാണാൻ ആരോടും പറയാതെ അവിടെ വരാറുണ്ട് മുത്തശ്ശൻ. അത് കേട്ടതും കല്യാണിയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ മോള് കരയുന്നത്? ഇനി ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശൻ വന്നാൽ മതി എന്നോട് യുദ്ധത്തിന് വരാൻ. മോള് ചെന്ന് കുളിച്ചിട്ട് വാ. സന്ധ്യാദീപം വയ്ക്കാൻ ക്ഷേത്രത്തിലും നാഗത്തറയിലും പോണം. മുത്തശ്ശി കുളിക്കാനുള്ള മഞ്ഞളും ചന്ദനവും ഇഞ്ചയും എല്ലാം മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തുവിടാം. മീനാക്ഷി, കല്യാണി വരുമ്പോൾ കാര്യങ്ങൾ നോക്കാൻ വരുന്നത് മീനാക്ഷിയാണ്. മുത്തശ്ശി പുറത്തേക്ക് പോയതും കല്യാണി ഊഞ്ഞൽ കട്ടിലിൽ വന്നിരുന്നു. അവളുടെ മനസ്സിലേക്ക് ആദിയുടെ മുഖം ഓർമ്മയിൽ വന്നു. മീനാക്ഷി അവിടേക്ക് കല്യാണിക്ക് കുളിക്കാനുള്ള മഞ്ഞളും ചന്ദനവും എണ്ണയും ഇഞ്ചയും എല്ലാമായി വന്നു. കല്യാണി അവളെ നോക്കി ചിരിച്ചു. എന്ന് താൻ തറവാട്ടിൽ വന്നാലും തൻ്റെ നിഴൽ പോലെ കൂടിയുണ്ടാകും. അത് മുത്തശ്ശിയുടെ തീരുമാനം കൂടിയാണ്. എപ്പോഴും എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ അവൾ ശ്രമിക്കാറുണ്ട്. കാർത്തു, വാ, ഞാൻ തലയിൽ എണ്ണ തേച്ച് തരാം, മീനു പറഞ്ഞു. വേണ്ട മീനു, നമുക്ക് നാളെ തലയിൽ എണ്ണ തേക്കാം. ഇന്നെനിക്ക് കുളത്തിലൊന്ന് മുങ്ങി കുളിച്ചാൽ മതി. നാളെ രാവിലെ എണ്ണ തേച്ച് വിസ്തരിച്ച് കുളിക്കാം. എന്താ പോരെ മീനൂട്ടി? മതി കാർത്തുവേ, വാ, സമയം കളയണ്ട, വേഗം കുളിച്ചിട്ട് വരാം. ദീപാരാധനയ്ക്ക് ക്ഷേത്രത്തിൽ പോകേണ്ടതാ. വാ. കല്യാണി അവളുടെ മുറിയിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു. അതിനടുത്തുള്ള ഒരു വാതിൽ തുറന്നു. അവിടെ നിന്നും താഴേക്ക് പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു മുറിയുടെ വാതിൽ. അത് തുറന്ന് ഒരു ഡ്രസ്സിംഗ് റൂം പോലെ മനോഹരമായി വെച്ചിരിക്കുന്നു. അവിടെ നിന്നും ഒരു വാതിൽ തുറക്കുന്നത് കുളത്തിലേക്കുള്ള പടവുകളിലേക്കാണ്. മീന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ ആ മുറിയിൽ വെച്ചു. കല്യാണി അപ്പോഴേക്കും കുളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ആ തണുത്ത വെള്ളത്തിൽ കാലിറക്കി വെച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ തണുപ്പ് അവളുടെ മനസ്സിലേക്കും എത്തി. പതിയെ ആ കുളത്തിലേക്ക് ഇറങ്ങി. ശരീരവും തല മുഴുവനും വെള്ളത്തിലേക്ക് മുങ്ങി നിവർന്നു. നന്നായി നീന്തി കുളിച്ചു. അവളുടെ സന്തോഷത്തോടെയുള്ള കുളി നോക്കി മീനു പടിയിൽ ഇരുന്നു. കുളി കഴിഞ്ഞ് വേഗം 2 പേരും മുറിയിലേക്ക് പോയി. കല്യാണി ഒരു പട്ടുപാവാടയും എടുത്ത് ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ദീപാരാധനയ്ക്ക് പോകാൻ റെഡിയായിരുന്നു. കല്യാണി മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. 2 ഏക്കറിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ചന്ദ്രോത്ത് മന. ആ വളപ്പിൽ കുറച്ച് ദൂരെയായി ചുറ്റുമതിലോട് കൂടിയ അമ്പലം. അവിടെയാണ് ചന്ദ്രോത്ത് മനയുടെ കുലദേവതയെ കുടിയിരുത്തിയിരിക്കുന്നത്. കുറച്ചു മാറി ഒരു പാലമരം, അതിൻ്റെ ചോട്ടിൽ നാഗത്തറ. ഇവിടേക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് എത്താൻ പ്രത്യേകം ഗേറ്റ് വെച്ചിട്ടുണ്ട്. പൂജാരി വന്ന് നട തുറന്നിട്ടുണ്ട്. പണ്ട് പുറമേ നിന്നുള്ളവർക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പല ആളുകൾക്കും ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് കാരണം അവിടെ വന്ന് തൊഴാനുള്ള അവസരത്തിനായി ചന്ദ്രോത്ത് കാരണവരുടെ അടുത്ത് അനുവാദം ചോദിക്കുകയായിരുന്നു. അതിന് ഇവിടെയുള്ളവർ തടസ്സം പറഞ്ഞില്ല. എല്ലാവർക്കും രാവിലെയും വൈകിട്ടും
ദേവിയെ കാണാനുള്ള അവസരം കിട്ടി. ദീപാരാധന നടത്തുന്നതിനായി നട അടച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും ഭക്തിപൂർവ്വം നടയിൽ നിന്ന് കൈകൂപ്പി തൊഴുതു. എന്തുകൊണ്ട് കല്യാണിക്ക് അവിടെ നിന്ന് തൊഴുമ്പോൾ ആദിത്യയുടെ മുഖം ഓർമ്മ വന്നു. കണ്ണും നിറഞ്ഞു. ആരും കാണാതെ അവളത് തുടച്ചു കളഞ്ഞു. ദേവി നട തുറന്നു. കല്യാണി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്പലത്തിന് ചുറ്റും ഉപപ്രതിഷ്ഠകളും പ്രദക്ഷിണം വെച്ച് നാഗത്തറയിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. തിരുമേനിയും മുത്തച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് കല്യാണിയെയും കൊണ്ട് മുത്തശ്ശി ചെന്നു. നന്നായി പ്രാർത്ഥിച്ചോളൂ മോളെ, മോളുടെ സങ്കടം ദേവി മാറ്റി തരൂട്ടോ, ഉറപ്പ്, തിരുമേനി പറഞ്ഞു. മുത്തച്ഛനും മുത്തശ്ശിയും കല്യാണിയെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം കല്യാണിക്ക് മനസ്സിലായി. തൻ്റെ സങ്കടം ദേവി മാറ്റിത്തരുമെന്ന് പറഞ്ഞതാണ് അതിന് കാരണം. തിരുമേനി എന്താ അങ്ങനെ പറഞ്ഞത്? ഇനി താൻ ദേവി നടയിൽ നിന്നപ്പോൾ കണ്ണ് നിറഞ്ഞ് ഒഴുകിയത് തിരുമേനി കണ്ടു കാണുമോ? ആദിയെക്കുറിച്ച് ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞതാണ്. ആ സങ്കടം ഇനി എന്നും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അവൾ ഓർത്തു. തിരുമേനിയോട് യാത്ര പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് നടന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ചെറിയച്ഛന്മാരുടെയും ചെറിയമ്മമാരുടെയും അടുത്തു നിന്ന് ഓരോ ഉരുള ഭക്ഷണം വാങ്ങി കല്യാണി കഴിച്ചു. അവളുടെ വയറ് നിറഞ്ഞു. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശിക്കും ഉമ്മയും കൊടുത്താണ് ഉറങ്ങാൻ പോകുമ്പോഴാണ് ഗായു അമ്മയും അബിയമ്മയും പാല് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വേണ്ട എന്ന് അവൾ ആവുന്നത്ര പറഞ്ഞു. പക്ഷേ പാല് കുടിപ്പിച്ചിട്ടേ അവര് കല്യാണിയെ കിടക്കാൻ വിട്ടുള്ളൂ. റൂമിൽ ചെല്ലുമ്പോഴാണ് സദു അച്ഛനെയും കനകാമ്മയെയും ചേച്ചിയെയും വൈകിട്ട് കണ്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. വേഗം ഫോണെടുത്ത് വിളിക്കാൻ നോക്കിയപ്പോൾ ഫോണിൽ ദേവുവിൻ്റെയും അച്ചുവിൻ്റെയും സോനുവിൻ്റെയും ചാരുവിൻ്റെയും പിന്നെ പരിചയമില്ലാത്ത 2 നമ്പറുകളിൽ നിന്നും ഒത്തിരി മിസ്ഡ് കോൾസും മെസ്സേജുകളും കണ്ടത്. വേഗം സതുവച്ചനെ വിളിച്ചു. മറുതലയ്ക്കൽ മോളെ കല്ലു എന്നുള്ള വിളി കേട്ടതും കല്ലു പിണങ്ങി. സതുവച്ച എവിടെയാ മോളെ? ഞങ്ങൾ തിരുപ്പതിക്ക് പുറപ്പെട്ടു. മോളെ കൊണ്ടുപോകണ്ട എന്ന് മുത്തച്ഛൻ പറഞ്ഞത് കാരണമാ മോളോട് പറയാതിരുന്നത്. 4-5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തറവാട്ടിൽ തിരിച്ചു വരും കേട്ടോ. നല്ല കുട്ടിയായിട്ട് വഴക്ക് കൂടാതെ ഇരിക്കണം. ഞങ്ങളുടെ കല്ലു. അമ്മയും ചേച്ചിയും ഉറങ്ങി. മോൾ ഉറങ്ങിക്കോ, രാവിലെ വിളിക്കാം. കല്യാണിക്ക് ഭയങ്കര സങ്കടം തോന്നി. സതുവച്ചനും അമ്മയും ഒരു വാക്ക് പോലും പറയാതെ പോയതിൽ. അപ്പോഴേക്കും കല്യാണിയുടെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പർ കണ്ടപ്പോൾ കല്യാണിക്ക് ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്താക്കുഴപ്പത്തിലായി. കല്യാണിയുടെ ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞതും അവൾ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. ആദിത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ കല്യാണിക്ക് മനസ്സിൽ ഒരു നീറ്റൽ തോന്നി. എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ നേരത്തെ തന്നെ കല്യാണി ഉണർന്നു. ഇത്രയും സമാധാനത്തോടെ താൻ ഇവിടെ വരുമ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് കല്യാണിക്ക് തോന്നി. കല്യാണി എഴുന്നേറ്റ് ബാൽക്കണിയിൽ ചെന്ന് നിന്നു. അവിടെ നിൽക്കുമ്പോൾ പറമ്പിലെ മരങ്ങളിൽ നിന്നും കിളികളുടെ ശബ്ദം കേട്ട് ചെമ്പക മരത്തിൽ നിന്ന് നിറയെ പൂത്തു നിൽക്കുന്ന ചെമ്പകപ്പൂവിൻ്റെ മണവും അവൾ ആസ്വദിച്ചുകൊണ്ട് നിന്നു. വാതിലിൽ ആര് തട്ടുന്നത് കേട്ട് കല്യാണി വാതിൽ തുറന്നു. മീനു അവൾക്കുള്ള ഗ്രീൻ ടീയുമായിട്ട് വന്നതാണ്. അവൾ അതും വാങ്ങി മീനുവിനെയും കൂട്ടി ബാൽക്കണിയിലേക്ക് പോയി. കല്യാണി മീനുവിനോട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അവർ 2 പേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വന്നു. മീനു, മോൾക്ക് കുളിക്കാനുള്ള സാധനങ്ങൾ എടുത്തിരുന്നോ? മുത്തശ്ശി ചോദിച്ചു. അത് ഇന്നലെ കുളപ്പുരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, മീനു പറഞ്ഞു. എന്നാ കാർത്തു മോളെ കുളിച്ചിട്ട് വേഗം വാ, അമ്പലത്തിൽ പോയി തൊഴണം. മീനു കല്യാണിയെ കൊണ്ട് കുളക്കടവിലേക്ക് പോയി. കുളി കഴിഞ്ഞ് വേഗം 2 പേരും താഴേക്ക് ചെന്നു. പൂജാമുറിയിൽ കയറി തൊഴുതു. മുത്തശ്ശിയോടും ചെറിയമ്മമാരോടും കൂടെ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവളെ കാത്ത് 4 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. കല്യാണി അവരെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഏട്ടാ. കുറച്ചു നേരം അവർ 4 പേരും അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവൾക്ക് അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെയാണ് തോന്നിയത്. മോളെ കാർത്തു, എത്ര നാളെ ഞങ്ങളുടെ മോളെ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട്. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് അകത്തു നിന്ന് മുത്തച്ഛൻ്റെ കൂടെ ഇറങ്ങി വരുന്ന 2 പേരെ കല്യാണി കണ്ടത്. കല്യാണി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മേ, അച്ഛാ. അവരെ കെട്ടിപ്പിടിച്ച് കല്യാണി കരഞ്ഞു. എന്തിനാ അച്ഛൻ്റെ കാർത്തുമോള് കരയുന്നേ? ഇനി ഞങ്ങളുടെ മോള് കരയരുത് കേട്ടോ. അമ്മയുടെ മോളുടെ കണ്ണ് നിറയുന്ന കണ്ട ഞങ്ങളുടെ നെഞ്ചാണ് നീറുന്നത്. ദേ ഏട്ടന്മാരുടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നോക്കിക്കേ. അവരും കല്യാണിയുടെ അടുത്തേക്ക് വന്നു. അവളെ ചേർത്ത് പിടിച്ചു. മുത്തച്ഛനും മുത്തശ്ശിയും
അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരു അച്ഛനും അമ്മയും മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും, ഏട്ടന്മാർക്ക് പെങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം നോക്കി കാണുകയായിരുന്നു. അവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ അവരുടെ സ്നേഹപ്രകടനങ്ങളിൽ തന്നെയായിരുന്നു. അതെ, ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു തീർക്കണ്ട. ഇനി കുറച്ചധികം ദിവസം ഇവിടെ എല്ലാവരും ഉണ്ടാകുമല്ലോ. അപ്പോൾ സംസാരിക്കാനും എന്തെങ്കിലും വേണമല്ലോ, ആമിച്ചെറിയമ്മ പറഞ്ഞു. പെങ്ങളെ കിട്ടിയപ്പോൾ മുത്തശ്ശിയെ മറന്നുവല്ലേ 4 പേരും? മുത്തശ്ശി കള്ള ഗൗരവത്തോടു കൂടി മുഖം വീർപ്പിച്ചു. ഞങ്ങളുടെ മുത്തശ്ശിയുടെ ഈ കുറുമ്പ് കാണാൻ നല്ല ഭംഗിയാ അല്ലേടാ, കിരൺ അനിയന്മാരോട് പറഞ്ഞു. ഇന്ന് വന്നത് ആരൊക്കെയാണെന്നല്ലേ? മഹാദേവ മേനോന്റെ മൂത്ത മകൻ ആനന്ദ് മേനോനും ഭാര്യ ആരതി മേനോനും, മക്കളായ കിരൺ, കിഷോർ, കലേഷ്, കല്യാൺ. ഇതാണ് കല്യാണിയുടെ കുടുംബം. കല്യാണി എന്ന കാർത്തികയുടെ സ്വന്തം അച്ഛനും അമ്മയും ഏട്ടന്മാരും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സദാനന്ദനും കനകലതയും കീർത്തനയും ആരാണെന്നല്ലേ? വഴിയെ പറയാട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത്. മഹാദേവ മേനോന്റെയും ഭാര്യ ഗൗരി മഹാദേവന്റെയും കണ്ണുകൾ പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ പറയാതെ പറയുകയായിരുന്നു. 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു ഉത്സവ പ്രതീതിയായിരുന്നു ചന്ദ്രോത്ത് മനയിൽ. 3 ആൺമക്കൾക്കും കൂടി 8 ആൺമക്കളാണ്. അവർക്കെല്ലാവർക്കും കൂടി ഒരേയൊരു പെങ്ങളും. അതാണ് കാർത്തിക എന്ന കല്യാണി. എല്ലാവരും കൂടി പെങ്ങളെ സ്നേഹിക്കുന്ന തിരക്കിലാണ്. കിച്ചു, നീ കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് മേനോൻ ചോദിച്ചു. ചെറിയച്ചാ, ഇവളെ കാണാൻ കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ ഏട്ടന്മാർ കളയാറില്ലല്ലോ. ഇവളുടെ ഒപ്പം കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തിരക്കെല്ലാം മാറ്റിവെച്ച് ഞാനിങ്ങ് പോന്നു. അന്നത്തെ ദിവസം ആരും തന്നെ പുറത്തു പോയില്ല. എല്ലാവരും കൂടി പറമ്പിലും പുഴയിലും എല്ലാം കാർത്തികയുടെ കൂടെ നടന്നു. സ്ത്രീകളെല്ലാം അടുക്കളയിൽ മുത്തശ്ശിയുടെ മേൽനോട്ടത്തിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. മഹാദേവന്റെ കൂടെ 3 ആൺമക്കളും ബിസിനസ് കാര്യങ്ങളും കാർത്തികയുടെ കല്യാണ കാര്യങ്ങളും ചർച്ചയിലായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി മുത്തശ്ശി ഉണ്ടാക്കിയ സദ്യ ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു. ആങ്ങളമാരുടെ സ്നേഹം ആവോളം അനുഭവിച്ച് കാർത്തിക സന്തോഷത്തിലായിരുന്നു. എന്നാലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കല്യാണി ആദിയെക്കുറിച്ച് ഓർക്കാതിരുന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് കിച്ചു, ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ടേ, അവന് വഴി അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ അവനുണ്ടാകും എന്ന് കിച്ചു പറയുന്നത് കേട്ടാണ് കല്യാണി താഴേക്ക് വന്നത്. പക്ഷേ അവളത് ആരാണെന്ന് കിച്ചുവിനോട് ചോദിച്ചില്ല. വലിയേട്ടൻ്റെയും 2ാമത്തെ ഏട്ടൻ്റെയും കൂടെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് കല്യാണി. ഇന്നലെ ഏട്ടന്മാരെല്ലാവരും ഒരു സ്ഥലം വരെ പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എവിടേക്കാണെന്ന് പറഞ്ഞില്ല. പോകാൻ റെഡിയായി വന്നപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ഏട്ടന്മാരെ കണ്ടു. അവൾ പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പെങ്ങൾ വളർന്ന് വലുതായി. ഒരു കല്യാണ പെണ്ണാകാൻ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നോക്കി നിന്നതാണ്. അത് കേട്ടപ്പോൾ അറിയാതെയാണെങ്കിലും അവളുടെ കണ്ണ് നിറഞ്ഞു. മനസ്സിൽ ആദിത്യയുടെ മുഖം തെളിഞ്ഞു. വാ കാർത്തു, ഒരുപാട് വൈകിക്കണ്ട, വേഗം പോയിട്ട് വരാം, കിരൺ പറഞ്ഞു. ടാ കിച്ചു, അവൻ എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കേ. പറ്റുമെങ്കിൽ നീ ടൗൺ വരെ പോയി ചെന്ന് കൂട്ടിയിട്ട് വാ. ആ ഏട്ടാ, ഞാൻ ചെല്ലുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് വേഗം വരില്ലേ? കിച്ചു ചോദിച്ചു. വേഗം വരും, കിഷോർ പറഞ്ഞു. 2 ഏട്ടന്മാരുടെയും കൂടെ കല്യാണി പോയി. ഒരു കാറിൻ്റെ ഷോറൂമിലേക്കാണ് വണ്ടി ചെന്ന് നിന്നത്. കല്യാണി ഏട്ടന്മാരെ നോക്കി. അവളെ നോക്കി ചിരിച്ചു. ഇറങ്ങി വാ മോളെ. ഏട്ടാ, നമ്മളെന്താ ഇവിടെ? ഞങ്ങളുടെ പെങ്ങൾക്ക് ഒരു പുതിയ കാർ വാങ്ങിക്കൊടുക്കാൻ വന്നതാ. ഏട്ടാ, എനിക്കൊരു കാറുണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയത്? ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ പെങ്ങൾക്ക് പുതിയൊരു കാറ് വാങ്ങിക്കൊടുക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. വണ്ടി എത്തിയിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് ഒരാൾ വന്നു. അവരെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാർത്തുവിനെ വണ്ടി കാണിച്ചു കൊടുത്തു. അവൾക്ക് ഇഷ്ടമായി. തൻ്റെ ഇഷ്ട നിറത്തിലുള്ള കാർ തന്നെയായിരുന്നു ഏട്ടന്മാർ തനിക്കായി വാങ്ങിയത്. അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. ഉച്ചയോടെ അടുത്താണ് അവർ തറവാട്ടിൽ തിരിച്ചെത്തിയത്. കല്യാണി പുതിയ കാറ് സ്വയം ഡ്രൈവ് ചെയ്താണ് തറവാട്ടിലെത്തിയത്. കാറിൽ നിന്നും സന്തോഷത്തോടെ ഇറങ്ങിയ കല്യാണി
കിച്ചുവിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി. അവളെ കണ്ട് അയാളും ഞെട്ടി നിൽക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് കിച്ചു വന്നു. വണ്ടി ഇഷ്ടമായോ നിനക്ക്? കിച്ചു ചോദിച്ചു. ഇഷ്ടമായി. കല്യാണിയുടെ കണ്ണുകൾ അപ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന ആളിലായിരുന്നു. കിച്ചു അവളെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കാർത്തു, നിനക്കിതാരാണെന്ന് മനസ്സിലായോ? കിച്ചു ചോദിച്ചു. ഇല്ല എന്നൊരു ചെറിയ മൂളൽ മാത്രം അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇത് ഡോക്ടർ ആദിത്യ വർമ്മ, നമ്മുടെ വർമ്മ അങ്കിളിൻ്റെയും പാർവതി ആൻറ്റിയുടെയും മകനാണ്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ ചെറുപ്പത്തിലെങ്ങാനും കണ്ടതാ അല്ലേടാ ആദി? അപ്പോഴും ആദി കല്യാണിയെ നോക്കി നിൽക്കുകയാണ്. ആദി, ഇതാണ് ഞങ്ങളുടെ ഒരേയൊരു പെങ്ങൾ, കാർത്തിക മേനോൻ, ഈ തറവാട്ടിലെ ഏക പെൺകുട്ടി. ഇവളുടെ കല്യാണത്തിൻ്റെ തീരുമാനങ്ങളും ഉറപ്പിക്കലുമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ആദിയിൽ ഒരു ഞെട്ടൽ കല്യാണി കണ്ടു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പഴയതുപോലെ കേട്ടവർക്കും പുതിയത് കേൾക്കുന്നവർക്കും ഇഷ്ടപ്പെട്ട അഭിപ്രായം ഒന്നും കൂടി പറഞ്ഞേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.